എല്ലാവർക്കും ആസ്പിർ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ സിനിമകളുടെ OTT അപ്ഡേറ്റ്സ് അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് വെനം ദി ലാസ്റ്റ് ഡാൻസ് എന്ന ഹോളിവുഡ് മൂവിയുടേതാണ്. ഇതൊരു ആക്ഷൻ സയൻസ് ഫിക്ഷൻ മൂവിയാണ്. ടോം ഹാഡിയാണ് സിനിമയിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ബോക്സ് ഓഫീസ് സക്സസ് ആയ ഈ ഒരു മൂവിയുടെ OTT അവകാശങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. 2025 ജനുവരി മാസം നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ഒരു സിനിമ OTT റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് ഹലോ മമ്മി എന്നൊരു മലയാളം സിനിമയുടേതാണ്. ഷറഫുദ്ദീൻ, ഐശ്വര്യലക്ഷ്മി എന്നിവർ പ്രധാന കഥാപാത്രമായി എത്തിയ ഹൊറർ കോമഡി ത്രില്ലർ മൂവിയാണ് ഹലോ മമ്മി. ഇപ്പോഴും തിയേറ്ററുകളിൽ ഡീസന്റ് കളക്ഷൻ നേടിയെടുക്കുന്ന ഒരു സിനിമയാണ് ഹലോ മമ്മി. ഇപ്പോൾ ഈ ഒരു സിനിമയുടെ OTT അവകാശങ്ങൾ ആമസോൺ പ്രൈമും മനോരമ മാക്സും സ്വന്തമാക്കിയിരിക്കുന്നുവെന്ന് അറിയാൻ കഴിഞ്ഞിരിക്കുന്നു. ചിത്രം ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് ഈ മാസം അവസാനത്തോടെ OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് ഒരു അന്വേഷണത്തിന്റെ തുടക്കം എന്ന മലയാളം സിനിമയുടേതാണ്. വാണി വിശ്വനാഥ് പ്രധാന കഥാപാത്രമായി എത്തിയ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ് ഒരു അന്വേഷണത്തിന്റെ തുടക്കം. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട ഒരു മൂവി കൂടെയാണിത്. ഇപ്പോൾ ഈ ഒരു സിനിമ സൈനാപ്ലേ അല്ലെങ്കിൽ മനോരമ മാക്സിലൂടെ ഉടൻ OTT റിലീസ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് കൽബ് എന്ന മലയാളം സിനിമയുടേതാണ്. രഞ്ജിത്ത് സജീവ്, ആതിര പട്ടേൽ എന്നിവർ തകർത്തഭിനയിച്ച് തിയേറ്ററുകളിൽ എത്തിയ റൊമാൻസ് മൂവിയാണ് കൽബ്. ഇപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ മനോരമ മാക്സ് സ്വന്തമാക്കിയിരിക്കുകയാണ്. ഈ സിനിമ ക്രിസ്മസ് ദിനത്തിൽ മനോരമ മാക്സിലൂടെ OTT റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് തങ്കമണി എന്ന മലയാളം സിനിമയെക്കുറിച്ചാണ്. കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലെത്തിയ ദിലീപ് ചിത്രമായിരുന്നു തങ്കമണി. നല്ലൊരു ഹൈപ്പ് കിട്ടിയ മൂവിയായിരുന്നു ഇതെങ്കിലും തിയേറ്ററുകളിൽ പരാജയപ്പെട്ടിരുന്നു. ഇപ്പോൾ ഈ ഒരു ചിത്രം ഒരു വർഷത്തിന് ശേഷം OTT അവകാശങ്ങൾ ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. ചിത്രം ക്രിസ്മസ് ദിനത്തിൽ ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അവസാനത്തെ അപ്ഡേറ്റ് നടികർ എന്ന സിനിമയെക്കുറിച്ചാണ്. ടൊവിനോ തോമസ്, ഭാവന, സോബീൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച സിനിമയാണ് നടികർ. തിയേറ്ററുകളിൽ വൻ ദുരന്തമായി മാറിയ ഈ ഒരു സിനിമയുടെ OTT അവകാശങ്ങൾ നേരത്തെ തന്നെ നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയിരുന്നു. ഇപ്പോൾ ഈ ഒരു സിനിമ ക്രിസ്മസ് ദിനത്തിൽ നെറ്റ്ഫ്ലിക്സ് വഴി OTT റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.